നമസ്കാരം. മുൻ രാഷ്ട്രപതിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണവ് കുമാർ മുഖർജിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്നത്. പതിറ്റാണ്ടുകളുടെ പാർലമെന്ററി പരിചയം, ഭരണഘടനയിലുള്ള പാണ്ഡിത്യം, ആഴത്തിലുള്ള സ്ഥാപനപരമായ ഓർമ്മ എന്നിവ കാരണമാണ് അദ്ദേഹം ഈ പേര് നേടിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഒരുപോലെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. ഓർമ്മശക്തിയുടെ കാര്യത്തിലും ഭരണഘടന വിജ്ഞാനത്തിലും അദ്ദേഹത്തെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് എല്ലാവരും വിളിച്ചിരുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം വാക്കിംഗ് എൻസൈക്ലോപീഡിയയായി? ഏത് വർഷത്തെ ബഡ്ജറ്റ് വിവരങ്ങളോ പഴയ രാഷ്ട്രീയ സംഭവങ്ങളോ ഭരണഘടനയിലെ വകുപ്പുകളോ ആകട്ടെ ഒരു പുസ്തകവും നോക്കാതെ കൃത്യമായ തീയതിയും നമ്പറും സഹിതം പ്രണവ് കുമാർ പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതുന്ന ശീലം വളരെ പ്രശസ്തമായിരുന്നു. ദശാബ്ദങ്ങളായി എല്ലാ ദിവസത്തെയും രാഷ്ട്രീയ നീക്കങ്ങൾ അദ്ദേഹം ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു. രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരിഹാരത്തിനായി ഓടിയെത്തിയിരുന്നത് പ്രണവ് മുഖർജിയുടെ അടുത്തേക്കായിരുന്നു. 1969 ഇന്ദിരാഗാന്ധിയുടെ കൈപിടിച്ചാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നീട് ഇന്ത്യയുടെ ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം എന്നീ പ്രധാന വകുപ്പുകളുടെ മന്ത്രിയായി. ഇന്ത്യയുടെ 13ാമത്തെ പ്രസിഡന്റ് രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2019 ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന് ഡൽഹിയിലെ ഒരു പ്രശസ്തമായ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യന് ആരും മറുപടി പറയാതെയായത് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ആമുഖം അവിടെ ചൊല്ലിക്കൊടുക്കുകയും ഭരണഘടനയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഭീഷ്മാചാര്യർ, വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ 2020 ഓഗസ്റ്റ് 30 ഇന്ത്യൻ മണ്ണിന് നഷ്ടമായി. ആ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ. ജയ് ഹിന്ദ്.